ട്രിപ്പിൾ ഡിവൈൻ മെറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ദിസ് മന്ത് മെയ് മന്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ക്രിസ്റ്റൽസ് ആണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു 7 ചക്ര പിരമിഡാണ്. സെക്കൻഡ് വണ്ണായിട്ട് വെച്ചിരിക്കുന്നത് ബ്ലാക്ക് ടെർമലൈൻ ക്രിസ്റ്റലാണ്. തേർഡ് വണ്ണായിട്ട് വെച്ചിരിക്കുന്നത് ഒരു സിട്രൈൻ ക്രിസ്റ്റലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതാണ് ഇഷ്ടം എന്നുള്ളതിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചുകൊണ്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, ബാക്കിയുള്ളത് വിട്ടേക്കുക. കൂടാതെ ജെൻഡർലെസ് വീഡിയോ ആണ്. മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം. കൂടാതെ ഇത് ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ വെച്ചിരിക്കുന്ന ഈ ഒരു 7 ചക്ര പിരമിഡിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ മനസ്സിൽ വിചാരിക്കുക. നിങ്ങൾ എന്താണ് അട്രാക്റ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾക്ക് ദിസ് മന്ത് എന്താണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 7 ചക്ര പിരമിഡ് സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിങ്ങിലേക്ക് പോവാം. എന്താണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്? എല്ലാം ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ റീഡിംഗ് കേൾക്കുക. എന്താണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്? എന്താണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് ഡിവൈൻ തരുന്നത്? യൂണിവേഴ്സ് നിങ്ങളോട് എന്താണ് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. വോയേജ് ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിൻ്റെ യാത്ര. ലവ് ഫ്ലോസ് ത്രൂ യു ആൻഡ് ടു യു. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ട്. മറ്റൊരാളിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം നിങ്ങളിലേക്കും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നത് വളരെ നല്ല ഒരു പ്രണയത്തിൻ്റെ ഫീലിങ്സാണ്. അത് പക്ഷേ പ്രണയത്തിൻ്റേത് മാത്രമാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് നിങ്ങൾക്ക് തരുന്ന സ്നേഹത്തിൻ്റെ അളവ് കൂടുന്നതാകാം. മറ്റുള്ളവർക്ക് നിങ്ങളോട് പ്രണയം തോന്നുന്നതാകാം. ഒരടുപ്പം ഫീൽ ചെയ്യുന്നതാവാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ മനസ്സിലുള്ള ഒരാളായിരിക്കാം. പക്ഷെ നിങ്ങളുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു നല്ല ഒരു തെളിച്ചം ഫീൽ ചെയ്യുന്നതായിരിക്കാം. ദിസ് മന്ത് നിങ്ങൾ അതായിരിക്കാം അട്രാക്റ്റ് ചെയ്യുന്നത്. കൂടാതെ ഇവിടെ ഒരുപാട് അബണ്ടൻസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. ഫിനാൻഷ്യൽ അബണ്ടൻസ് ആവാം. കൂടുതലും നിങ്ങളിലേക്ക് പ്രണയമാണ് വരുന്നത്, സ്നേഹമാണ് വരുന്നത്. മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ദിസ് മന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. പ്രണയത്തിനാണ് കൂടുതൽ പ്രാധാന്യം, സ്നേഹത്തിനാണ് പ്രാധാന്യമുള്ളത്. മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് പ്രണയം കിട്ടുകയും നിങ്ങൾക്കും കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ സംജാതമാകുന്നുണ്ട്. മെയ് മന്ത് നിങ്ങൾ എന്താണ് കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്? നിങ്ങളിലേക്ക് എന്താണ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ദ മജീഷ്യൻ. നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കാവൂ. കാരണം നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അത് നിങ്ങൾക്ക് കിട്ടും. നെഗറ്റീവാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. അത് നിങ്ങൾ പ്രണയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ജോബ് കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന ഐഡിയാസ്, മെസ്സേജസ്, എന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അട്രാക്റ്റിംഗ് പവർ ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് മെത്തേഡ്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങൾ കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ആ ഒരു അബണ്ടൻസിന് വേണ്ടിയിട്ട്, പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പേഴ്സൺ ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇത് കൂടുതൽ റീസണേറ്റ് ആവും. അതെല്ലാം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണെന്നുള്ളതാണ് കാണിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവാം. നിങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ചെയ്യുകയും എന്നാൽ അതിൻ്റെ ഒരു റിസൾട്ട് ചിലപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ജോബ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന വർക്കിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു വെർത്ത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ വില കൽപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല
നിങ്ങൾ ചെയ്യുന്നതിനനുസൃതമായിട്ടുള്ള ഒരു റിമ്യൂണറേഷൻ നിങ്ങൾക്ക് കിട്ടാത്തൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. എന്ത് കാര്യത്തിലാണെങ്കിലും, നിങ്ങളുടെ ജോബിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ പ്രണയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്കൊരു നീതി കിട്ടുന്നില്ല. നിങ്ങൾ വളരെ അധികം സ്നേഹം കൊടുക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അതിനനുസൃതമായിട്ടുള്ള വാല്യൂവും കിട്ടുന്നില്ല. അതിനനുസൃതമായിട്ടുള്ള ഒരു കാര്യവും നിങ്ങളിലേക്ക് വരുന്നില്ല. നിങ്ങൾ വെറുതെ ജോലി ചെയ്യുന്നു, നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുക്കുന്നു, പക്ഷേ ഒന്നും തന്നെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടാത്തൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ദിസ് മന്ത് നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് കിട്ടുന്നതാണ്, ഒരു നീതി കിട്ടുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായിട്ടുള്ള ഒരു സാലറി, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹത്തിന് പകരമായിട്ടുള്ള സ്നേഹം ഒക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പേജ് ഓഫ് സ്വേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത ഒരു സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം, പക്ഷേ എങ്ങനെ അത് തുടങ്ങണം, എന്ത് ചെയ്യണം, മുന്നോട്ട് എങ്ങനെ പോകണം. ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേണ്ടത്ര പണം ഉണ്ടാവില്ല, അല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഫാമിലി സപ്പോർട്ട് പോലും ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. പക്ഷേ നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ വേണം. അങ്ങനെ പോകുന്ന ആ ഒരു സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി കിട്ടും. അപ്പോൾ ഇവിടെ ഡിവൈൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് സ്റ്റക്കായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ആണ് ഇത്ര നാളും നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോയേ പറ്റൂ. അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. ഈ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്നും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാനാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമാണ്. നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഒഴുക്കിനൊപ്പം നീന്താൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു സ്റ്റെബിലിറ്റി, നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രൊമോഷൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോലിയുടെ സാധ്യതകൾ, ആ ഒരു പവർ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണെന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സമൃദ്ധിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പ്രൊമോഷൻ, നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് ദിസ് മന്ത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. ഇനി നിങ്ങൾക്കൊരു പ്രപ്പോസലാണ് വരുന്നത്. വളരെ കാലങ്ങളായിട്ട് നിങ്ങൾ ഒരാളെ ആഗ്രഹിക്കുകയും ആ വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്തെങ്കിൽ എന്ന് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പേഴ്സൺ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നുണ്ട്. ആ ഒരു മെസ്സേജ്, ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയേക്കാം. ചിലപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ, നിങ്ങളുടെ ചിന്തകളിൽ ആ വ്യക്തി ഉണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മൂലമായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാതിരുന്നത്. പക്ഷേ നിങ്ങളിലേക്ക് ഒരു പ്രണയം വന്നുകൊണ്ടിരിക്കുന്നു. അത് ദിസ് മന്ത് നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യും. അല്ലെങ്കിലും നിങ്ങളുടെ എനർജി അനുസരിച്ച് നിങ്ങളിലേക്ക് പ്രണയം ഒഴുകിക്കൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്നേഹം കൊടുക്കാനും സ്നേഹം വാങ്ങാനും പറ്റുന്നൊരു സിറ്റുവേഷൻ ഇവിടെ ഡിവൈൻ മെസ്സേജിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രണയം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു പ്രപ്പോസൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ദിസ് മന്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ പാടേ വേണ്ടെന്ന് വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സമൃദ്ധിയും ഒരു പ്രണയത്തിൻ്റേതായിട്ടുള്ളൊരു പ്രപ്പോസലും ഒക്കെ നിങ്ങൾക്ക് ദിസ് മന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോബ് നിങ്ങളുടെ കൈകളിലേക്ക് വരാനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ഡ്രീം ജോബ് ഉണ്ടായിരിക്കുകയും അതിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങളുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് അതിലേക്ക് നിങ്ങൾ എത്തപ്പെടുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ശ്രമം കുറവ് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളത് ഫോക്കസ് ചെയ്യുന്നില്ല, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രമങ്ങളെല്ലാം തന്നെ പാതി വഴിയിൽ നിങ്ങൾ ഉപേക്ഷിക്കുന്നു, ഇനി നടക്കില്ല. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു അലസത വരികയും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് തെറ്റായിട്ട് പറയുകയും നിങ്ങളത് വിശ്വസിക്കുകയും നിങ്ങളത് ശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സിറ്റുവേഷൻസ് ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളത് കേൾക്കേണ്ട കാര്യമില്ല, നിങ്ങൾ മുന്നോട്ട് തന്നെയാണ് പോവേണ്ടത്. കാരണം നിങ്ങൾ ശ്രമിക്കുക, അലസത വേണ്ടെന്ന് വെച്ച് പാതി വഴിയിൽ ഉപേക്ഷിക്കാതെ മുന്നോട്ട് തന്നെ പോവുക. അപ്പോഴാണ് നിങ്ങൾക്ക് വിജയം ഉണ്ടാവത്തുള്ളൂ. അതുപോലെ തന്നെ ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾക്ക് വേണം, പ്രേയേഴ്സ് വേണം. ചിലപ്പോൾ പ്രേയേഴ്സിൻ്റെ കുറവും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷനും വരാം. ഇതിനു വേണ്ടി മറ്റുള്ളവരുടെ സപ്പോർട്ടും ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടിയേക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലെ ഡ്രീംസ് നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക. കാരണം ആ ഒരു മാനിഫെസ്റ്റേഷൻ ഒരിക്കലും വർക്കാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഗോൾസ് നേടാൻ സാധിക്കും. ഇവിടെ 2 കാര്യങ്ങളാണ് നിങ്ങളെ പിറകിലോട്ട് വലിക്കുന്നത്. 1 ലക്ഷ്യബോധ്യമില്ലായ്മ, 2 അലസത. അതുപോലെ തന്നെ ഒരുപാട് ടൈം നിങ്ങൾ വേറെ കുറേ കാര്യങ്ങളിൽ ചിലവഴിക്കുന്നുണ്ടാവാം. അതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ മറ്റുള്ളവരുടെ സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഡിവൈൻ സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ ഗോൾ എന്താണോ അത് നേടാനായിട്ട് നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ എനർജിയെ ലോ ആക്കാനും മറ്റുള്ളവർ ശ്രമിച്ചേക്കാം. ചിലപ്പോൾ തെറ്റായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞു തന്നിട്ട് നിങ്ങളെ മുന്നോട്ട് വിടാതിരിക്കാൻ ഒക്കെ ഒരു ശ്രമം നടത്തിയേക്കാം. പക്ഷേ നിങ്ങൾ അതിനെയെല്ലാം നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങളുടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഫോർഗീവ് ചെയ്തിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ നിങ്ങൾ ദുർബലമാകുന്ന ഏതൊരു സന്ദർഭത്തിലും ഇതേ ചിന്തകൾ നിങ്ങളെ വന്ന് നിങ്ങളുടെ മനസ്സിനെ കീഴടക്കാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്തെല്ലാം നിങ്ങളുടെ ആ ഒരു എനർജി ലോ ആയി പോവുകയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ വരികയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ പാസ്റ്റിലുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ മുഴുവൻ നിങ്ങൾ മറന്നു കളയുക. അതിനെയെല്ലാം നിങ്ങൾ റിലീസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ദിസ് മന്ത് ചെയ്യേണ്ടത് പുതിയൊരു സ്റ്റാർട്ടാണ്. അപ്പോൾ മാത്രമാണ് നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിൽ ഒരു സക്സസ് നിങ്ങൾക്ക് വരത്തുള്ളൂ. ചില ജീവിത അനുഭവങ്ങളെ ഫോർഗീവ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് പോസിറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യത്തുള്ളൂ. ഇവിടെ നിങ്ങൾ ഒരുപാട് പ്രശ്നത്തിലായിരിക്കാം. ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും മൂലം ചിലപ്പോൾ ഇവിടെ നിന്നൊന്ന് മാറി നിന്നാലോ എന്ന് വരെ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഫൈനാൻഷ്യൽ ക്രൈസിസ് നേരിടുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ. ചിലപ്പോൾ ഫാമിലി എല്ലാം കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള തോട്ട്സാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ തീർച്ചയായിട്ടും വർക്കാകും. കാരണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാനിഫെസ്റ്റിംഗ് മിറാക്കിൾസ്, നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തും സാധ്യമാകുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ ചിന്തിച്ച് മാനിഫെസ്റ്റേഷനിലൂടെ എന്തും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു എനർജിയുള്ള അത്തരത്തിലുള്ള ഒരു ആൾക്കാരാണ് നിങ്ങൾ. യുവർ ഡ്രീം ഈസ് സൂൺ ടു ബിക്കം റിയാലിറ്റി. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് റിയാലിറ്റിയിലേക്ക് വരുന്നുണ്ട്. ട്രസ്റ്റ് യുവർ ഹാർട്ട്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹൃദയത്തെ വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടത്. ആൻഡ് കണ്ടിന്യൂ ടു ഫോളോ ഇറ്റ്സ് ഗൈഡൻസ്. അതിൻ്റെ ആ ഒരു ഗൈഡൻസിൽ നിങ്ങൾ വിശ്വസിക്കുക. ഇനി ഇവിടെ ഏഞ്ചൽസ് മെസ്സേജസ്, ഏഞ്ചലിനോട് ചോദിക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്താണ് ഡിവൈൻ നിങ്ങൾക്ക് പീസ്ഫുൾ റെസൊല്യൂഷൻ. ഇപ്പം നിങ്ങൾ സമാധാനമില്ലാത്തൊരു സിറ്റുവേഷനിലാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു സമാധാനം തീർച്ചയായിട്ടും ദിസ് മന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് സമാധാനപരമായിട്ടുള്ള ഒരു മാറ്റമാണ് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ അതാണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അതാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ആ ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. ഇവിടെ ഭഗവാൻ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ സ്പിരിച്വൽ ഗസ്റ്റ്, അതായത് നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലുള്ള ആൾക്കാരായിരിക്കാം. ഒരു സ്പിരിച്വൽ അന്വേഷണങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ടായിരിക്കാം. 40 അത് നിങ്ങളുടെ ഏജ് ആവാം. ഇവിടെ ബിഗിനിങ്സ് എന്നാണ്, ഒരു പുതിയൊരു തുടക്കം നിങ്ങൾക്ക് ദിസ് മന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അത് എന്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഭഗവാൻ നിങ്ങളോട് പറയുന്നുണ്ട് ഡിലൈറ്റ്. നിങ്ങളൊന്ന് ചിരിക്കൂ. ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ് നിങ്ങളെന്നറിയാം ഭഗവാന്. എങ്കിലും നിങ്ങൾ മനസ്സ് തുറന്നൊന്ന് ചിരിക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ, വിഷമകരമായിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം തന്നെ ചേഞ്ച് ആവും എന്ന് ഡിവൈൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഇവിടെ പേൽ എന്നാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ഒരു ടൈം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നല്ലൊരു കാർഡാണിത്.
ഇവിടെ ക്യാറ്റർ പില്ലർ എന്നാണ് കിട്ടിയിട്ടുള്ളത്. അതായത് തിങ്സ് വിൽ നോട്ട് ഓൾവേസ് ബി ദിസ് വേ, എ ചേഞ്ച് ഈസ് കമ്മിങ്. എപ്പോഴും നിങ്ങൾക്ക് ഒരേപോലെ ഇരിക്കില്ല, നിങ്ങൾക്ക് മാറ്റത്തിനുള്ള ആ ഒരു കാലഘട്ടമാണിത്, അതിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ ബൗ എന്നാണ് കിട്ടിയിട്ടുള്ളത്. യു ആർ ഹൈലി തോട്ട് ഓഫ്. നിങ്ങൾ വളരെയധികം ഉയർന്ന ചിന്ത ശക്തിയുള്ള ആൾക്കാരായിരിക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ വ്രത്ത് എന്ന് കിട്ടിയിട്ടുണ്ട്. സോറോ ഓവർ എ ലോസ്, ഒരു നഷ്ടത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സങ്കടം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻസ് വന്നേക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ കൈറ്റ്, വെക്കേഷൻ, ചിലപ്പോൾ നിങ്ങൾക്ക് വെക്കേഷൻ നിങ്ങൾ ആഘോഷിക്കുന്ന ആൾക്കാരായിരിക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. പ്ലെൻറ്റി ഓഫ് മെറ്റീരിയൽ തിങ്സ്, നിങ്ങൾക്ക് ഒരുപാട് മെറ്റീരിയലായിട്ടുള്ള കുറച്ച് അബണ്ടൻസ്, അതായത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നു, ഗിഫ്റ്റായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കിട്ടുന്ന മോട്ടിവേഷൻ. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഹായ്, പൈൽ നമ്പർ 2 ബ്ലാക്ക് ടെർമലിൻ ക്രിസ്റ്റൽ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിംഗ് ആണ്. അപ്പോൾ ദിസ് മന്ത്, മെയ് മന്ത്, നിങ്ങൾ എന്താണ് അട്രാക്റ്റ് ചെയ്യുന്നത്, നിങ്ങളിലേക്ക് എന്ത് ബ്ലെസ്സിങ്സ് ആണ് വരുന്നത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളിപ്പോൾ എന്താണ് അട്രാക്റ്റ് ചെയ്യുന്നത്, ഡിവൈൻ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത്, യൂണിവേഴ്സ് എന്താണിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് ഡിവൈനിൽ നിന്നും കിട്ടുന്നത്, നിങ്ങൾ എന്താണ് അട്രാക്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് ദിസ് മന്ത് പ്രതീക്ഷിക്കുന്നത്. ജോയ് ആൻഡ് ഡിലൈറ്റ്, ഒരുപാട് സന്തോഷം, ഒരുപാട് ചിരിക്കാനുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഓപ്പൺ യുവർ ഹെർട്ട് ടു ജോയ്. നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷത്തിലേക്ക് നിങ്ങളുടെ ഹൃദയം മുഴുവൻ തുറന്നുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. ആ ഒരു സന്തോഷത്തെ നിങ്ങൾ വരവേൽക്കുക. നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആണ് എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത്. ഒരു പാറിപ്പറന്ന് ഒരു തുമ്പിയെപ്പോലെ നടക്കാനുള്ള ഒരു ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് ദിസ് മന്ത് കിട്ടുന്നത്. ഒരുപാട് സന്തോഷം, നിങ്ങൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഒരു പക്ഷേ അത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രണയമാകാം, നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഒക്കെയാകാം. നിങ്ങൾ ഇപ്പോൾ ഒരുപാട് സങ്കടത്തിലുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കാം. ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലുമായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ട്. ചിലപ്പോൾ അത് നിങ്ങളുടെ ജോബിനെ സംബന്ധിച്ചായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ചായിരിക്കാം. അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ ഒരുപാട് സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾക്ക് മറ്റുള്ളവരെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. മറ്റുള്ളവർ നിങ്ങളെ ചതിക്കുമോ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പാറ്റേൺ പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു. നിങ്ങൾ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം പെട്ടെന്ന് ബ്രേക്ക് ആവുന്നു. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങളുടെ കരിയറിലും ഒക്കെ അങ്ങനെ തന്നെ വരുന്നു. നിങ്ങൾ ഏറെ പ്രതീക്ഷിക്കുന്നു അത് നല്ല രീതിയിൽ വരും, നിങ്ങൾക്കൊരു ബെനിഫിറ്റ് കിട്ടും എന്നൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ അതൊന്നും സംഭവിക്കുന്നില്ല. അത്തരത്തിലുള്ള സിറ്റുവേഷനിലായിരിക്കും ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവർ ഇടപെട്ട് നിങ്ങളുടെ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ നശിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തടസ്സം നിൽക്കുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ ചതി വഞ്ചന ഒക്കെ കൊണ്ട് നിങ്ങളുടെ ആ ഒരു ഗ്രോത്തിനെ ഇല്ലാതാക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ അറിയുന്നുമുണ്ട്. അതുപോലെ തന്നെ ഇത്തരം സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത്. ആരെ വിശ്വസിക്കണമെന്ന് അറിയത്തില്ല, ആരെ സപ്പോർട്ട് ചെയ്യാനില്ലാത്തൊരവസ്ഥ. ചിലപ്പോൾ എലോൺ ആയിരിക്കാം നിങ്ങൾ. അപ്പോൾ ഫാമിലി പോലെ നിങ്ങളെ മനസ്സിലാക്കാത്തൊരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ മാറ്റുക. ഒരു നല്ല ഡിസിഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടി നിങ്ങൾ എടുക്കുക. ഡിസിപ്ലിൻ ആവുക. ചില കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നത് മാത്രമാണ് ഇതിനൊരു പ്രതിവിധി. അതായത് നിങ്ങളിലേക്ക് വരുന്ന വ്യക്തികളെ ആഴത്തിൽ മനസ്സിലാക്കി നിങ്ങൾ അതിനനുസൃതമായിട്ടൊരു ഡിസിഷൻ എടുക്കുക. ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ, നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് എന്താണോ നിങ്ങളുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്ന തോട്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതാണ് ഹൃദയം നിങ്ങളോട് പറയുന്നത്. അത് നിങ്ങൾ ശ്രവിക്കുക. അതുപോലെ തന്നെ ഇവിടെ നെക്സ്റ്റ് 7 ഓഫ് സ്വേഡ് എന്നുള്ളൊരു കാര്യമാണ് കിട്ടിയിട്ടുള്ളത്. അതായത് നിങ്ങൾ ഒരുപാട് ചീറ്റിംഗ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്.
അതായത് മറ്റുള്ളവർ നിങ്ങളെ പറഞ്ഞു പറ്റിക്കുക, നിങ്ങൾ മറ്റുള്ളവരുടെ ചതിയിൽ വളരെ നിസ്സാരമായിട്ട് ചെന്ന് ചാടിക്കൊടുക്കുക, അത്തരത്തിലുള്ള ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ചില കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ചിലപ്പോൾ അനാവശ്യമായിട്ട് പണം നഷ്ടമാകുന്ന സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം. നിങ്ങൾ പണം കൈകാര്യം ചെയ്യുമ്പോൾ, ഡോക്യുമെൻ്റ് കൈകാര്യം ചെയ്യുമ്പോൾ ഒക്കെ വളരെയധികം സൂക്ഷിക്കുക. നിങ്ങളായിട്ട് മറ്റുള്ളവരെ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുത്തി ആ അവസരങ്ങൾ അവർ തട്ടിയെടുത്ത് കൊണ്ടുപോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ഒരു ലക്ക് ഉണ്ട്. ദിസ് മന്ത് നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ ആ ലക്കിനെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള നിങ്ങളെ തകർക്കുന്ന വ്യക്തികളെ നിങ്ങൾ മാറ്റി നിർത്തുകയും വേണം. അതുപോലെ തന്നെ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. അത് മറ്റുള്ളവർ അവരുടെ ആ ഒരു ഇഷ്ടത്തിന് വേണ്ടി വളച്ചൊടിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുന്ന വ്യക്തികളെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ വളരെ നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള വിലപ്പെട്ട സാധനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതും പറയുന്നുണ്ട്. നിങ്ങളിലെ അശ്രദ്ധ കൊണ്ട് അതൊന്നും നിങ്ങൾക്ക് നഷ്ടമാകാതെ സൂക്ഷിക്കുക. ചില പേർക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതും സാധ്യമാകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഒരു വഴി തുറന്നു കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. അതായത് ഏതെങ്കിലും ചെറിയ ഒരു കാര്യമാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ അപ്പ് ആകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആ ഒരു ചെറിയ വഴിയാണ് എന്നുള്ളത് ഓർത്ത് നിങ്ങൾ അതിലേക്ക് പോകാതിരിക്കരുത്. ചെറുതാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ നേടാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങളുടെ പരിചയക്കാരോ മറ്റാരെങ്കിലും മുഖേനയായിരിക്കാം ആ ഒരു ചെറിയ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തെ വിട്ടുകളയാതെ മുന്നോട്ട് തന്നെ പോയി നിങ്ങൾക്ക് വലിയൊരു കാര്യം നിങ്ങൾക്ക് അതുവഴി നേടാൻ സാധിക്കുമെന്നുള്ളതാണ്. കാരണം ആ ദൈവത്തിൻ്റെ കരങ്ങൾ ആ ഒരു ചെറിയ ജോബിലാണെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ വളരെ ഉത്സാഹത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ ചില വെല്ലുവിളികൾ നിങ്ങളെ നേരിട്ടേക്കാം. ഈ ഒരു ജോബ് അല്ലെങ്കിൽ ഈ ഒരു സംരംഭം ഇടയ്ക്ക് വെച്ച് നിന്ന് പോകുമോ, എനിക്കിത് മുന്നോട്ട് പോകാൻ സാധിക്കുമോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. മറ്റുള്ളവരും ചിലപ്പോൾ നിങ്ങളെ പറഞ്ഞ് ഭയപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. ആ ഒരു മറ്റുള്ളവരുടെ ആ ഒരു ഭയപ്പെടുത്തലിൽ നിങ്ങളുടെ മനസ്സ് വീണ് പോകരുത്. നിങ്ങൾ വളരെ ഊർജ്ജസ്വലമായി തന്നെ മുന്നോട്ട് പോവുക. ചലഞ്ചസ് വന്നേക്കാം എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഓർക്കാതിരിക്കുക. ഇന്നിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. പ്രസൻറ്റ് ടെൻസിൽ നിങ്ങളിപ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ ഫ്യൂച്ചറിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് എന്താണ് നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് കേട്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഫ്യൂച്ചറിനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കേണ്ട. നിങ്ങൾ നന്നായിട്ട് ജോലി ചെയ്യുക. അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഭഗവാൻ തരട്ടെ എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക. എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ മറ്റുള്ളവരോട് നിങ്ങൾ സ്നേഹത്തോടു കൂടി തന്നെ ഇടപെടുക. ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുത്തുകൊണ്ട് നിലനിൽക്കുക. അതായത് തൽക്കാലത്തേക്ക് നിങ്ങളുടെ ആ ഒരു ദേഷ്യം മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകരുത്. നിങ്ങൾ മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കുക. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ബഹുമാനം കിട്ടത്തുള്ളൂ എന്ന് ആ ഒരു തത്വത്തെ നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവരുടെ ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ സ്ട്രക്കായിട്ട് നിൽക്കുകയും ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളൊരു ചിന്ത ഉണ്ടാവുകയും ചെയ്യുന്നൊരു സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം തേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെയും ബഹുമാനിച്ച് തന്നെ നിൽക്കുക. ചിലപ്പോൾ നിങ്ങളുടെ നേരത്തെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾ ഒരുപാട് സ്നേഹവും ബഹുമാനവും കൊടുത്തിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ പേരിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കാനായിട്ട് മടിക്കുന്നത്. ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ മുതലെടുത്തിട്ടും ഉണ്ടായിരിക്കാം. ഈ ഒരു സാഹചര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ പ്രതികരിക്കാത്തൊരു സാഹചര്യം ഇതിനു മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് മാനസിക വിഷമങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾ മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഇതെല്ലാം മാറട്ടെ എന്നോർത്ത് നിങ്ങൾ മുന്നോട്ട് പോകാതിരിക്കരുത്. അത് ഒരിക്കലും മാറിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക, മുന്നോട്ട് പോവുക തന്നെ ചെയ്യുക. അതുപോലെ തന്നെ അലസത ഒഴിവാക്കുക, സാഹചര്യത്തെ ഭയക്കാതിരിക്കുക, മുന്നോട്ട് തന്നെ പോവുക. എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള ആ ഒരു ചിന്താഗതി തന്നെ മാറ്റുക.
ഇനി നിങ്ങളുടെ പ്രണയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്താണ് അട്രാക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നിങ്ങളിലേക്ക് എന്ത് മെസ്സേജാണ് ഡിവൈന് തരാനുള്ളത് എന്നുള്ളത് നോക്കാം. നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയെ ഓർക്കുക. എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് ഡിവൈൻ തരുന്നത്? ഇവിടെ ബാലൻസ്, ഫ്രീഡം എന്നാണ് കിട്ടിയിട്ടുള്ളത്. ലവ് ഈസ് നോട്ട് ഓൾവേസ് അബൌട്ട് എഗ്രീയിങ് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ്. എ ഗ്രേറ്റ് റിലേഷൻഷിപ്പ് ഈസ് വൺ ദാറ്റ് ബോത്ത് സപ്പോർട്ട്സ് ആൻഡ് ചലഞ്ചസ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബാലൻസിൽ കൊണ്ടുപോവുക. ആ വ്യക്തിയുടെ നല്ല സാഹചര്യങ്ങളിൽ മാത്രമല്ല നിങ്ങൾ കൂടെ നിൽക്കേണ്ടത്, മോശപ്പെട്ട സാഹചര്യങ്ങളിലും വെല്ലുവിളികളിലും ഒക്കെ നിങ്ങൾ കൂടെ നിൽക്കുക. റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത്. കൂടാതെ ഫ്രീഡം, ദർ ഈസ് നത്തിങ് സ്റ്റോപ്പിംഗ് യു. ഒന്നും നിങ്ങൾക്ക് നഷ്ടമായിട്ടില്ല. ദ പാത്ത് ഈസ് ക്ലിയർ. ഇപ്പോൾ നിങ്ങളുടെ പ്രണയത്തിൻ്റെ പാത്ത് വളരെയധികം ക്ലിയർ ആണ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിലൂടെ പോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെയും നിങ്ങൾക്കൊരു ബാലൻസിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കാത്തൊരു സിറ്റുവേഷനുണ്ട്. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ പറയുന്നതെല്ലാം കള്ളമാണെന്ന് നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കുന്നതുമാകാം. പക്ഷേ ഇവിടെ ചിലപ്പോൾ ആ വ്യക്തി പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമാകാത്ത സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തന്നെ ഇതെല്ലാം നിർത്തിയിട്ട് പോയി, ഇനി ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്തകളെല്ലാം തന്നെ തെറ്റാണ്. നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആ ഒരു പാത്ത് വളരെയധികം ക്ലിയർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ പോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത്. ഇവിടെ ഏഞ്ചൽസ് എന്താണ് നിങ്ങളോട് പറയുന്നത്? നോ നീഡ് ടു വറി. നിങ്ങൾ ഒന്നും കൊണ്ടും സങ്കടപ്പെടേണ്ട കാര്യമില്ല. കോംപ്രമൈസ്. നിങ്ങളോട് വേദനിപ്പിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഒന്ന് കോംപ്രമൈസ് ചെയ്യുക. അവരുടെ അടുത്തൊന്ന് ഫൊർഗീവ് ചെയ്യുക മാത്രം നിങ്ങൾ ചെയ്താൽ മതി. കാരണം നിങ്ങൾ ഒരുപാട് വേദനിപ്പിക്കുകയും നിങ്ങളെ പറ്റിക്കുകയും ഒക്കെ ചെയ്തിട്ടും നിങ്ങൾ പിടിച്ചു നിന്നിട്ടുണ്ടായിരിക്കാം. ആ ഒരു സാഹചര്യത്തിൽ അവരുടെ അടുത്ത് എല്ലാം ഫൊർഗീവ് ചെയ്യുക. കാരണം നിങ്ങൾക്കുള്ള ആ ഒരു ഗിഫ്റ്റ് ഡിവൈൻ തന്നെ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഡിവൈൻ സപ്പോർട്ട്, അതായത് ഡിവൈൻ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നുണ്ട്. അതുപോലെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ദൈവത്തിൻ്റെ സംരക്ഷണയിലാണ് നിങ്ങളുള്ളത്. ഭഗവാന്റെ സംരക്ഷണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നർ നോയി, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം. അതായത് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന സിറ്റുവേഷനാണ്. 20 എന്നൊരു ഡേറ്റ്, 17 എന്നൊരു ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ 48 നിങ്ങളുടെ ഏജ് ആവാം. ഇവിടെ ലില്ലി എന്നാണ് കിട്ടിയിട്ടുള്ളത്. സ്പിരിച്വൽ ലവ്, ഒരു സ്പിരിച്വാലിറ്റിയിലുള്ളൊരു പ്രണയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഇവിടെ സിസേഴ്സ്, ഡിസപ്പോയിൻമെൻറ്റ് ഇൻ സം അഫെയർസ്, ചില അഫെയർസിൽ നിങ്ങൾക്കൊരു നിരാശ വന്നു ഭവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ടെംപ്റ്റേഷൻ വിൽ ടെസ്റ്റ് യു, അതായത് സാഹചര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളെ പല കാര്യങ്ങളിലും ടെസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ആ ഒരു ടെസ്റ്റിലൊന്നും നിങ്ങൾ വീണ് പോകരുത് എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ മൈസ് ഡിസ്കോർഡ് എമംഗ് ഫ്രണ്ട്സ് ഓഫ് ഫാമിലി, കൂട്ടുകാരുടെ ഇടയിലോ നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിലോ ഫാമിലിയുടെ ഇടയിലോ ഒക്കെ ഭിന്നത ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ വളരെയധികം സൂക്ഷിച്ച് സംസാരിക്കുക. അഭിപ്രായങ്ങൾ പറയുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് അഭിപ്രായങ്ങൾ പറയുക. വെറുതെ ഒരു വഴക്കിനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക. ഇവിടെ ബൊക്കെ എന്നാണ് കിട്ടിയിട്ടുള്ളത്. കോംപ്ലിമെൻറ്റ്സ് ഫ്രം ആൻ അഡ്മയർ, അതായത് ഒരു രഹസ്യ ആരാധകനിൽ നിന്നും ഒരു കോംപ്ലിമെൻറ്റ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ മെയ് മാസം റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിരിക്കണേ. ഹായ്, പാൽ നമ്പർ 3 സിട്രിൻ ക്രിസ്റ്റൽ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളെ തന്നെ മനസ്സിൽ വിചാരിക്കുക, നിങ്ങൾ എന്താണ് അട്രാക്റ്റ് ചെയ്യുന്നത്, എന്താണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരുന്നത്, എൻ്റെ മെസ്സേജാണ് ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കേണ്ടത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളെ തന്നെ മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങൾ എന്താണ് അട്രാക്റ്റ് ചെയ്യുന്നത്? ഇവിടെ വൈസ് ലീഡർ, നിങ്ങൾക്ക് ഒരു വളരെ നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് ഉയർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളൊരു ഹീലർ ആയിരിക്കാം. അപ്പോൾ മറ്റുള്ളവർക്ക് വഴികാട്ടേണ്ട ആൾക്കാരായിരിക്കാം നിങ്ങൾ.
അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ടോർച്ച് ഉണ്ടായിരിക്കുക, മറ്റുള്ളവർക്ക് വെളിച്ചമായിട്ട് നിങ്ങൾ നിലനിൽക്കുക, മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരെ ഹീൽ ചെയ്യിപ്പിക്കുക. ചിലപ്പോൾ നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലേക്കുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. മറ്റുള്ളവരെ ഹീൽ ചെയ്യിപ്പിക്കാനും നയിക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ അൺകവറിങ് ട്രഷർ എന്ന് പറയുന്നുണ്ട്. ബെനെറ്റ് ദി സർഫീസ് ലൈസ് ഗ്രേറ്റ് ബൗണ്ടി. അതായത് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് വിചാരിക്കുന്ന ചില വരുമാന മാർഗ്ഗങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. ചില ട്രഷേഴ്സ് ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരില്ല എന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ലോട്ടറി അടിക്കുന്നതായിരിക്കാം. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരിക്കലും കിട്ടില്ല, അതൊന്നും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ലെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ ഡിവൈൻ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് വെച്ച് തരുന്നതുമായിരിക്കാം. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് ദ ചാരിയറ്റ് എന്ന് പറയുമ്പോൾ ചില പേർക്ക് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ജോബിനോ അല്ലെങ്കിൽ പഠിക്കാനോ ഒക്കെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കും. ഒരു വിദേശ യാത്ര നിങ്ങൾക്ക് സാധ്യമാണ്. അതുപോലെ തന്നെ ചില പേരുടെ കാര്യത്തിൽ അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവർ മുന്നോട്ട് പോവുകയാണ്. അതായത് അവരുടെ തീരുമാനങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്. എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടെങ്കിലും ഞാൻ മുന്നോട്ട് പോകും എന്നുള്ളൊരു ഡിസിഷൻ ആയിരിക്കാം നിങ്ങൾ എടുത്തിട്ടുള്ളത്. ഇനി നേരത്തെയൊക്കെ സാഹചര്യങ്ങളിൽ നിങ്ങൾക്കൊരു ക്ഷമയില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചു, നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് കിട്ടാത്തൊരു സാഹചര്യം. നിങ്ങൾ ഒരുപാട് ക്ഷമയോടുകൂടി കാത്തിരുന്നിട്ട് ഒരുപാട് നേർച്ചകൾ നേർന്നിട്ടുണ്ട്, വ്രതങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട് ഒക്കെ, പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള ഒരു റിസൾട്ട് കിട്ടുന്നില്ല. എന്ത് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, സ്റ്റക്കായിട്ട് നിൽക്കുന്നു. അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതുപോലെ തന്നെ എല്ലാം എൻഡായി പോയി, ഇനി അത് നടക്കില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആ ഒരു പേര് തന്നെയാണ് നിങ്ങൾക്ക് യോജിക്കുന്നത്. അതായത് മറ്റുള്ളവരുടെ ചതി, നെഗറ്റീവ് എനർജീസ്, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഐ, ഈവിൾ ഐ, മറ്റുള്ളവരുടെ ജെലസ് ഒക്കെയുള്ള സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഒരു പുരോഗതി കുറവ് അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിങ്ങൾക്ക് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചറിലേക്ക് നടന്നു പോകാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ടായിട്ടുണ്ടാവാം, ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണത് കിട്ടാനായിട്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ഒന്നിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം, ഉറക്കക്കുറവുണ്ടായിരിക്കാം, ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. നിങ്ങൾ എല്ലാ കാര്യങ്ങളും തനിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവും. ഉറക്കക്കുറവ്, സ്ട്രെസ്സ്, ജീവിതശൈലി രോഗങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടാവാം. ആ ഒരു സാഹചര്യത്തെ നിലനിൽക്കെ, ആ ഒരു സാഹചര്യം നിലവിലുണ്ട്, പക്ഷേ നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നിങ്ങൾക്കതിന് സാധിക്കും. അതാണ് ദിസ് മന്ത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്. കൃത്യസമയത്ത് ഡിസിപ്ലിനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങളുടെ ആഗ്രഹത്തിൽ ഒരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടാകുന്നത്, നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നത്. അതാണ് 10 ഓഫ് കപ്സ്. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കാം. ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവില്ല, നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് വേണ്ടത്ര വിധത്തിൽ നല്ല രീതിയിൽ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് ആ വ്യക്തി ഉയരുന്നില്ല. അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവാം. നിങ്ങളുടെ ഫാമിലി, ആ വ്യക്തിൻ്റെ ഫാമിലി ഒക്കെ എഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ ഒരിക്കലും ഇത് മുന്നോട്ട് പോവില്ല. ഇത് എൻഡായി പോയിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ജോബ്, നിങ്ങളുടെ കരിയർ ഗ്രോത്ത് ഒക്കെ എൻഡായി പോയിട്ടുണ്ട്, ഇനി നടക്കില്ല. ഇനി നിങ്ങൾ വിചാരിക്കുന്നിടത്ത് നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കും. നിങ്ങളുടെ ആഗ്രഹം ഫുൾഫിൽമെൻറ്റിലേക്ക് വരാനും അത് നിങ്ങളിൽ ഹാപ്പിനെസ് സൃഷ്ടിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു എന്ത് കാര്യവും നെഗറ്റീവായിട്ടായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ട് ഒരു കാര്യവും ചിന്തിക്കുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു ആഴത്തിലുള്ള ഒരു ചിന്ത നിങ്ങൾക്കില്ലായിരിക്കാം. ഏതൊരു കാര്യവും നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ മറ്റൊരാൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാതെ
പെട്ടെന്ന് തന്നെ ഒരു ഡിസിഷൻ എടുത്ത് കളയുക, എന്നിട്ട് പണം നഷ്ടപ്പെടുത്തുക, വീണ്ടും വിചാരമില്ലാതെ ചിന്തിക്കുക, ഒരു ചെറിയ കാര്യം പോലും നല്ല രീതിയിൽ ചിന്തിക്കാതെ നിങ്ങൾ മറുപടി പറയുക, ആക്ഷൻ എടുക്കുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസും അങ്ങനത്തെ ഒരു നേച്ചറും നിങ്ങൾക്കുണ്ടായിരിക്കാം. അതുപോലെ തന്നെ വളരെയധികം ഇമോഷണലി ബാലൻസ്ഡ് അല്ലാത്തൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. അതായത് മറ്റുള്ളവരെ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അവരുടെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ പറയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ പോലും മനസ്സിലാക്കാതെ നിങ്ങൾ അവരെ സഹായിക്കാനായിട്ട് മുന്നോട്ടിറങ്ങുകയും അതിലൂടെ നിങ്ങൾക്ക് ചതി പറ്റുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ടാവുകയും, അതായത് മറ്റുള്ളവരോട് നോ പറയാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പം നിങ്ങൾക്കത് കഴിയുന്ന സിറ്റുവേഷനാണ് എന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. പക്ഷേ നിങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ വളരെയധികം ആഴത്തിൽ ഓരോ കാര്യവും വളരെയധികം ആഴത്തിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല അബണ്ടൻസ് കിട്ടുന്നത്. അതായത് ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അത്തരം സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോകുമ്പോഴാണ് എന്നുള്ളത്. അതായത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാതിരിക്കുക. കാരണം അതെല്ലാം നിങ്ങൾക്ക് ദോഷമായിട്ടാണ് ഭവിക്കുന്നത്. കാരണം നിങ്ങൾ ഇമോഷണലി ബാലൻസ്ഡ് അല്ലാത്തൊരു വ്യക്തിയാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അവരുടെ അടുത്ത് ഒരുപാട് അനുകമ്പ തോന്നുകയും അവർ പറയുന്നതെല്ലാം അപ്പാടെ വിശ്വസിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുന്ന റോങ് പേഴ്സൺ ആണെങ്കിലാണ് ഇത് ബുദ്ധിമുട്ടാകുന്നത് നിങ്ങൾക്ക്. ഇൻ ഷോർട്ട്, ആൾക്കാരെ അറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത്. ഇനി പൈൽ 3 സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അബണ്ടൻസ് വരും, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് ഇങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് ഉള്ള ഒരു കാര്യങ്ങൾ ചെയ്തു തരും എന്ന് നിങ്ങൾ വിചാരിക്കുന്നതിന് പകരം നിങ്ങൾ അങ്ങോട്ട് ചെന്ന് നിങ്ങളുടെ കാര്യങ്ങളെ തിരക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ലക്കുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ കഠിനമായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഡ്രീം ഒക്കെ നിങ്ങൾക്ക് സത്യമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ദ വീൽ ഓഫ് ഫോർച്യൂൺ കാണിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാം ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങൾക്ക് നടന്നു കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം, ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ മറ്റുള്ളവരും ചിലപ്പോൾ നിങ്ങളെ മുന്നോട്ട് പോകാനായിട്ട് അനുവദിക്കുന്നുണ്ടാവില്ല. അത്തരം ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കാതെ ദ ചാരിയറ്റ് എന്നൊരു കാർഡ് നിങ്ങൾക്ക് കിട്ടിയതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം വിജയം കൈവരിക്കാൻ സാധിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഫുൾഫിൽമെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾക്കത് സാധിക്കും. ഇവിടെ പവർ എന്നാണ് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ കിട്ടിയിരിക്കുന്നത്. അതെ, യു ഇൻസ്റ്റിങ്ക്റ്റീവ്ലി നോ വാട്ട് ഈസ് റൈറ്റ് ഫോർ യു. നിങ്ങൾക്ക് എന്താണ് ശരി എന്നുള്ളത് നിങ്ങൾക്കറിയാം. ആൻഡ് യു ഹാവ് ദ പവർ. നിങ്ങൾക്ക് അതിനുള്ള പവർ ഉണ്ട് ടു സേ നോ ഓർ ടു വോക്ക് എവേ ഇൻ ടൈം. നിങ്ങൾക്ക് പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് വില തരാത്ത റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നോ എന്ന് പറയാനായിട്ട് നിങ്ങൾ മടിക്കേണ്ട എന്നുള്ളതാണ് ഡിവൈൻ ഇപ്പോൾ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പറയുന്നത്. ഇവിടെ നിങ്ങൾ അബണ്ടൻസ് ആണ് കേട്ടോ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരുപാട് പണം അല്ലെങ്കിൽ ഒരുപാട് പ്രോസ്പെരിറ്റി ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ആ ഒരു ഡിവൈൻ മെസ്സേജ് നമുക്ക് കാണിക്കുന്നത്. ഇനി ഭഗവാൻ എന്താണ് പറയുന്നത്? അച്ചീവ്മെൻറ്റ്, നേട്ടമാണ്, പ്രോസ്പെരിറ്റിയാണ്. 42 എന്നൊരു നമ്പറാണ് പ്രോസ്പെരിറ്റി കാണിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് കാർഡ് കിട്ടിയതും അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് അബണ്ടൻസ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്കത് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി ഒരുപാട് ഗെയിൻ ദിസ് മന്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടാനിരിക്കുന്ന സാലറിയിൽ വർധനവായിരിക്കാം, നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതായിരിക്കാം. ഇവിടെ ബ്രിഡ്ജ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. അതായത് സക്സസ്ഫുള്ളി ഓവർകമ്മിങ് എ പ്രോബ്ലം. വളരെയധികം ബുദ്ധിപരമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രോബ്ലത്തെ അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ സീക്രട്ട് അഡ്മയറർ, നിങ്ങൾക്കൊരു രഹസ്യമായിട്ട് നിങ്ങളെ ആരാധിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കാം, നിങ്ങൾ അറിയുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. ഇവിടെ കപ്പ് എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. യു ഷുഡ് അക്സെപ്റ്റ് വാലിഡ് ക്രിറ്റിസിസം. നിങ്ങൾക്ക് ഒരു വാലിഡായിട്ട് ഒരു മൂല്യമുള്ള ഒരു ക്രിറ്റിസിസം നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ഇവിടെ ഗ്രേപ്സ് എന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് പുറത്ത് പോകാനും നിങ്ങൾക്ക് തമാശകൾ പറഞ്ഞു ചിരിക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചിലവഴിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നൊരു സിറ്റുവേഷൻസ് വരുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വെക്കേഷൻ ആസ്വദിക്കുന്ന ആൾക്കാരായിരിക്കും. ഡയമണ്ട്, യു വിൽ ബി റിസീവിങ് ഓർ ഗിവിങ് എ പ്രഷ്യസ് ഗിഫ്റ്റ്. വളരെയധികം ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങാനോ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ദിസ് മന്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ
ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ.